പ്രൈസ് ലോർഡ്. 57 സങ്കീർത്തനം 1 വാക്യം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ലോകം വളരെ പ്രതികൂലമായ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എവിടെയും ഭീതി ഉളവാക്കുന്ന കാഴ്ചകൾ കാണുവാനും നമ്മെ ഭയപ്പെടുത്തുന്ന വാർത്തകൾ കേൾക്കുവാനുമൊക്കെ പലപ്പോഴും നമ്മുടെ മുമ്പിൽ സാധ്യതകൾ ഏറെയാണ്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ പലപ്പോഴും ചോദ്യം ചെയ്യാറുണ്ട്. ഭാവി ജീവിതത്തെയൊക്കെ മാനസികമായി തളർത്തുകയോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് നമുക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുകയോ ചെയ്യുന്ന അനവധി സംഭവങ്ങൾ ഓരോ ദിവസവും നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെ ഒക്കെ നാം കടന്നു പോകുമ്പോൾ ഒരു ദൈവ പൈതലിന് കേൾക്കുവാൻ പറ്റുന്ന ഒരു ശബ്ദമുണ്ട്. അതെ, നമ്മുടെ കർത്താവ് ഓരോ നിമിഷവും നമ്മുടെ ചെവിയിൽ മന്ത്രിക്കുകയാണ്. ഭയപ്പെടേണ്ട മകനെ, മകളെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യെസ്, സമാധാനത്തിന്റെ ഒരു വാക്ക് അവൻ നമ്മോട് ഓരോ നിമിഷവും അരുളിക്കൊണ്ടിരിക്കുകയാണ്. യഹോവയുടെ ചിറകിൻ കീഴിൽ വസിക്കുവാനുള്ള ഒരു ഭാഗ്യം നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. നിരാശകളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, ഒരു പരാതികളുമില്ലാതെ ദൈവത്തിന്റെ ആ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ നാം നിരാശപ്പെടരുത്. നാം നനയ്ക്കുന്നതിലും ചിന്തിക്കുന്നതിലും ഒക്കെ ഉപരിയായിട്ട് നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ കാത്തു നിൽക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുള്ളത് എത്ര അനുഗ്രഹപരമായ ഒരു പദവിയാണ്. അതെ, ദൈവമക്കളായ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ പദവി തന്നെയാണത്. അതുകൊണ്ട് നമ്മുടെ കഷ്ടത്തിൻ്റെ അവസ്ഥകളിലും പ്രയാസത്തിൻ്റെ അവസ്ഥകളിലുമൊക്കെ നമുക്ക് വിളിച്ചപേക്ഷിക്കുവാൻ അവൻ നമ്മുടെ ചാരത്തുണ്ട്. ആ ചിറകിൻ കീഴിൽ നമുക്ക് ഓരോരുത്തർക്കും ശരണം പ്രാപിക്കാം. ഇന്നിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവമേ, ആടി ഉലയുന്ന ഒരു മനസ്സ് എനിക്ക് അനുവദിക്കരുത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ആപത്തുകൾ ഒഴിഞ്ഞു പോകില്ല എന്ന് ദാവീദ് ഒരിക്കലും പറഞ്ഞില്ല. പകരം ദാവീദ് എന്താണ് പ്രാർത്ഥിച്ചത്? ആപത്തുകൾ ഒഴിഞ്ഞു പോകുന്നത് വരെ അത്യുന്നതനായ ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കും. അതായിരിക്കണം ഒരു ദൈവ പൈതലിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തോടെ നമുക്ക് ഈ യാത്ര മുന്നോട്ടേക്ക് തുടരാം. പ്രത്യാശയോടെ നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം. പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.